ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ? ഞാൻ ചെറിയ മേമ്മയുടെ വീട്ടിലേക്ക് വന്നിരിക്കുക കേട്ടോ. നോക്കുമ്പോൾ അവിടെ വലിയ മേമയുള്ളൂ കേട്ടോ. ചെറിയ മേമ പണിക്ക് പോയിരിക്കണം. അപ്പോൾ ഈ മേമയ്ക്കും പണിയുണ്ട്, മേമ ഒന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ആൾക്ക് തലവേദനയും കാര്യങ്ങളൊക്കെ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും ചെറിയ മേമയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചിട്ട് ഞാൻ എന്തായാലും ഒരു ചേമ്പിൻ്റെ തണ്ട് അരിഞ്ഞിട്ട് വരാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാട്ടോ. പിന്നെ ഞാൻ മേമ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ പറഞ്ഞിട്ട് മേമയോട് പറഞ്ഞിട്ട് ഞാനൊരു തണ്ട് എടുത്തു കേട്ടോ. അപ്പോൾ ചെറിയ മേമേനെ അത് ഓരോ തണ്ട് അരിഞ്ഞ് വെച്ചിട്ട് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും രണ്ടെണ്ണം ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ എന്തായാലും ഇപ്പം ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ എത്ര കഴിക്കും? അപ്പോൾ ഞാൻ എന്തായാലും ഒരു തണ്ടെണ്ണം എടുത്തോളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്നു. ഇതാ പൂളക്കിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസമായി മേടിച്ചിട്ട് കേട്ടോ. അതിൽ 2-3 കിഴങ്ങ് ഞങ്ങൾ എടുത്തിട്ട് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുഴുങ്ങിയിട്ട് കഴിച്ചു, ചായക്ക് കടിയായിട്ടൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ബാലൻസ് ഇരിക്കുന്നതായിരുന്നു കേട്ടോ ഒരു കിഴങ്ങ്. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് വെക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് വെട്ടിയിട്ട് വെക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് നോക്കുമ്പോൾ അതിൻ്റെ തണ്ടിൻ്റെ അവിടെ ഇട്ടോ, അതായത് നമ്മൾ വേരൊക്കെ ഇറങ്ങി വരുന്ന അവിടുത്തെ നല്ല കനമുള്ളൊരു വേരിട്ടോ. അത് ചെത്തിയിട്ടും വെട്ടിയിട്ടൊന്നും പോകുന്നില്ല. ഞാൻ കുറച്ച് പടാപ്പാട് വെട്ടു കേട്ടോ ചെത്തിയിട്ട്. അപ്പോൾ കുറേയൊക്കെ ഞാൻ എൻ്റെ എന്തായാലും ആരോഗ്യമൊക്കെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഇതൊക്കെ അതിൽ വേർപ്പൊക്കെ അതിൽ പോയിട്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ വെട്ടിയെടുത്തുതാ. ഇനി എന്തായാലും ഇനി പൂളക്കിഴങ്ങൊക്കെ ഒന്ന് എന്തായാലും വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് വേണം ഇനി എനിക്ക് ചേമ്പും തണ്ടൊന്ന് വൃത്തിയാക്കി എടുക്കാൻ കേട്ടോ. ഈ സമയം കുഞ്ഞാറ്റ ഉറങ്ങുകയാണ് കേട്ടോ. കുഞ്ഞാറ്റ നല്ല ഉറക്കമാണ് കേട്ടോ. കുഞ്ഞാറ്റ ഉറങ്ങിയ സമയത്ത് അതൊക്കെ നടക്കുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്നറിയാം, നമ്മൾ അവളുടെ ദേഹത്തെങ്ങാനായിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ചെയ്യുന്നത് പോലെ അവളും ചെയ്യാൻ വരും. അവൾ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൾ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ എയറിലായിരിക്കും കേട്ടോ. കാരണം ഒന്നും നിലം തൊടാതെ പൂവ് കിട്ടും. അവൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഒക്കെ എടുത്ത് വലിച്ചെറിയും. അപ്പോൾ ഞാൻ പേടിച്ചിട്ട് അവൾ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് അലക്കിയിടാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അലക്കിയിട്ടു, ഒക്കെ തോയിട്ട്. പിന്നെ വെയിലൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്ക് നല്ല വെയിൽ, ഇടയ്ക്ക് വെയിൽ പറ്റേക്ക മങ്ങി പോവുക. അതുകൊണ്ട് ഉള്ള വെയിലത്ത് എന്തായാലും ഒന്ന് വാടിക്കിട്ടുകയാണെന്നുണ്ടെങ്കിലും കുറേ തുണികളൊക്കെ ഉള്ളതല്ലേ കുട്ടിയുടെ. അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ കുറച്ച് അലക്കിയിട്ടിട്ടു. അതോ തല്ലി തിരുമ്പാൻ പറ്റുമോ? തല്ലി തിരുമ്പൽ കേട്ടിട്ടുണ്ടെങ്കിൽ അവൾ എണീക്കും ചെയ്യും. അപ്പോൾ ഞാനെന്തായാലും തല്ലി തിരുമ്പുള്ളതൊക്കെ അവൾ എണീച്ചിട്ട് അമ്മ വന്നിട്ടൊക്കെ, അമ്മ പണി മാറ്റിയൊക്കെ വന്നിട്ട്, അമ്മയും പോയിണ്ടല്ലോ പണിക്ക്. അപ്പോൾ അമ്മ വന്നിട്ടുള്ളൂ കഴുകിയിടാന്നും പറഞ്ഞിട്ട് തച്ച് തിരുമ്പുള്ളതൊക്കെ അവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുട്ടിയുടെ തുണികൾ മാത്രം ഞാൻ അലക്കിയിട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും പൂളക്കിഴങ്ങൊക്കെ ചെത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്തായാലും ചേമ്പും തണ്ടും കൂടി ഒന്ന് കൊത്തിയരിയാനെന്നൊന്നും പറയാല്ല കേട്ടോ. അതിൻ്റെ തൊലി ചീന്തിയാൽ മതിയല്ലോ. പിന്നെ ഇത് പാലൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ കുഞ്ഞാറ്റ തൊട് പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പാല് ദേഹത്തായി ചൊറിയ എന്തെങ്കിലും ചെയ്താൽ പൊള്ളു എന്തെങ്കിലും ചെയ്താലൊന്ന് പേടിച്ചിട്ടാട്ടോ അവൾ ഉറങ്ങട്ടെ എന്നും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ ഇപ്പോൾ അമ്മയ്ക്ക് പണിയുള്ള സമയമായതുകൊണ്ട് അമ്മ പിന്നെ രാവിലെ നേരത്തെ എണീക്കുമ്പോൾ ഞാനും അമ്മയൊക്കെ എണീച്ചിട്ട് രാവിലെ ചായക്ക് കടി ഉണ്ടാക്കലും പിന്നെ എന്തെങ്കിലുമൊക്കെ അമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ള ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കലൊക്കെ ആയിട്ട് നല്ല തിരക്കായിരിക്കും രാവിലെ. പിന്നെ പണിയെല്ലാം രാവിലെ ഒരുങ്ങൂട്ടോ. അതുകൊണ്ട് അപ്പോൾ എന്തായാലും രാവിലെ പണിയൊക്കെ ഒരുങ്ങിയോണ്ട് പിന്നെ പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കറി വെക്കാനല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിനിടയിൽ അവളെ കുളിപ്പിക്കൽ, അവളെ കഴിക്കാൻ കൊടുക്കൽ, അവളെ കിടത്തി ഉറക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അവൾ ഓരോന്നിനും വാശി പിടിച്ചാലൊക്കെ അപ്പോൾ അവൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ അത് കൊടുക്കലൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ ചേമ്പും അതേപോലെ പൂളക്കിഴങ്ങൊക്കെ നന്നാക്കി എടുത്തു. അപ്പോൾ ഇതാ പോകുന്നു ഞങ്ങൾ കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും അതൊക്കെ നന്നാക്കി എടുത്ത് കൊണ്ടുവന്ന് കഴുകി എന്തായാലും ഇതൊക്കെ ഒന്ന് നുറുക്കിയെടുക്കട്ടെ കേട്ടോ. പൂളക്കിഴങ്ങ് എനിക്ക് എപ്പോഴും എന്താണെന്നറിയില്ല കേട്ടോ. ചിലപ്പോൾ ഈ കിഴങ്ങിൻ്റെ പേരങ്ങോട്ട് മറന്നു പോകും കേട്ടോ. കപ്പ, കൊള്ളി എന്നൊക്കെ പറയുമല്ലോ ചില നാട്ടിലേക്ക്. ഞങ്ങളുടെ അവിടെ പൂളാന്നും കപ്പ എന്നൊക്കെ പറയുക കേട്ടോ. അപ്പോൾ ഞാൻ തൃശ്ശൂരൊക്കെ ജോലി ചെയ്യണ സമയത്ത് അവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ കൊള്ളി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് എനിക്ക് ആ ഭാഗങ്ങളിലൊക്കെ തൃശ്ശൂർ ആ സൈഡിലേക്കൊക്കെ ഇതിന് കൊള്ളി എന്നാണ് പറയുക എന്നൊക്കെ മനസ്സിലായത് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ പൂളക്കിഴങ്ങ് എന്തായാലും നമ്മൾ നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കഴുകിയിട്ടാണ് ഞാൻ നുറുക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും അടുപ്പത്ത് വെക്കണം കേട്ടോ. തീയൊക്കെ പിടിപ്പിച്ചിട്ട് വേണം. അടുപ്പിലാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. പിന്നെ ചേമ്പും തണ്ട് നുറുക്കി വെക്കണം. അതും കൂടി നുറുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, പണി കഴിഞ്ഞാലോ പിന്നെ തീ പിടിപ്പിച്ചിട്ട് അടുപ്പത്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ എന്തായാലും ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് വെക്കണം പറഞ്ഞിട്ട് നമ്മൾ ചട്ടിയിലൊക്കെ കഴുകിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ അടുപ്പിൽ തീ പിടിപ്പിക്കുന്നത് ഭയങ്കര പാടാണ് കേട്ടോ. പിന്നെ ഈ വിറകൊന്ന് കത്തിപ്പിടിക്കാനുള്ള പാട് അതിലും മീതെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും അടുപ്പും കൂടിയായിട്ട് കുറേ യുദ്ധമൊക്കെ നടന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങിയത്. പിന്നെ ഇതിലേക്ക് ഇത്തിരി കൊച്ചുള്ളിയും പച്ചമുളകും ചതച്ചെടുക്കണം. പിന്നെ ശകലം മഞ്ഞപ്പൊടി, ഇത്രേ വേണ്ടുള്ളൂ കേട്ടോ. സിമ്പിൾ കറിയാണ് കേട്ടോ. നമ്മുടെ നാടൻ കറി എന്ന് പറയില്ലേ, അതേപോലെ തന്നെ നമ്മുടെ പാലക്കാട്ടുകാരുടെയൊക്കെ ഒരു സ്പെഷ്യലാണ് കേട്ടോ. അതേപോലെ ഈ പൂളയും ചേമ്പും തണ്ടും കേട്ടോ.
വേറെ ഒന്നും ഇടണ്ട. ശകലം മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ പച്ചമുളകും, അതായത് പൂള വെന്ത് വരുമ്പോഴത്തേന് നമ്മൾ ഈ ചേനത്തണ്ടും കൂട്ടി വെക്കാറുണ്ട് കേട്ടോ. ഞാനത് ചേമ്പും തണ്ട് എടുത്തിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചേമ്പും തണ്ടും വെന്ത് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി പച്ചമുളക് കൂടി ചേർത്തിട്ട് ചതച്ചിട്ടാൽ മതി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ അതും കൂടി ആക്കി അങ്ങനെ കറിയൊക്കെ ആയി ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങനെ ഉള്ളി തൂമിക്കുകയാണ്. കറിവേപ്പില ലാസ്റ്റ് ഇട്ടാൽ എന്താ അറിയോ, നല്ല മണമായിരിക്കും. കാരണം കറിവേപ്പില അധികം കരിഞ്ഞു പോകാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ. അപ്പം ഞാൻ അങ്ങനെ എണ്ണയിൽ അധികം ഇട്ടിട്ട് വറവറാന്ന് ചെയ്യില്ല കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ പൂളക്കിഴങ്ങും അതേപോലെ തന്നെ നമ്മുടെ ചേമ്പും തണ്ട് കൂട്ടാനും ആയിട്ടുണ്ട് കേട്ടോ. നല്ല രുചിയാട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കി കേട്ടോ. നമ്മുടെ സിമ്പിൾ കറിയാണ്, ഒരുപാട് പണിയൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഉണക്കമീനോ അല്ലെങ്കിൽ അച്ചാറോ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് കൊണ്ടാട്ട മുളകോ ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയാണ്. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചോറൂണൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ചായ വെക്കലും ഒക്കെ ആയി. ചായ വെക്കലെന്ന് പറഞ്ഞാൽ പോരാട്ടോ, രാവിലത്തെ കുറച്ച് പിന്നെ മാവ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ മാവ് കൊണ്ട് ദോശ ചുടണം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ദോശ ചുട്ടു. ഏട്ടൻ വൈകുന്നേരം വരുമല്ലോ, അപ്പോൾ ഏട്ടന് കഴിക്കാൻ കൊടുക്കാമല്ലോ. ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം ചില സമയങ്ങളിൽ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഏട്ടൻ എന്തെങ്കിലും കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ കഴിച്ചിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ബാക്കിയുള്ള മാവ് കൊണ്ട് ദോശ ചുട്ടു. പിന്നെ തക്കാളിയും ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് ചെറിയ ചമ്മന്തി അരച്ച് വാട്ടിയിട്ട് പിന്നെ ചായ വെക്കലൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് തിരക്ക് പറഞ്ഞാൽ നമ്മൾ ഈ കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ പരിപാടി തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഏട്ടൻ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേന് വന്നു. പിന്നെ ഏട്ടൻ ചായയൊക്കെ കുടിച്ച് കഴിച്ചിട്ട് ഏട്ടൻ പോയി. പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നായിക്കോറ മീനാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കറി വെക്കണം. അപ്പോൾ കുളിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ നമ്മളിനി അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, എളുപ്പമാണ് കേട്ടോ, പണി എളുപ്പം. അല്ലെങ്കിൽ പിന്നെ കുളി കഴിഞ്ഞാൽ പിന്നെയും ദേഹത്തു കൂടെയൊക്കെ തെറിച്ചാലോ എന്ന് പേടിച്ചിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, വേഗം അതൊക്കെ ഉപ്പിട്ട് നല്ല കഴുകി വെച്ചു. പിന്നെ അമ്മ വൈകുന്നേരം പണിയൊക്കെ മാറ്റി വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കുളത്തലൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ കുഞ്ഞാറ്റ അത് അവിടെ ഓരോരോ പിക്ചേഴ്സ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മേശപ്പുറത്തുള്ള എല്ലാ മേക്കപ്പ് സാധനങ്ങളും അതാ ഓരോന്നോരോന്നായിട്ടൊക്കെ വലിച്ച് പുറത്തിടുന്നുണ്ട് കേട്ടോ. നമ്മൾ കാണുന്നുണ്ടോ, ആൾ വരുന്നുണ്ടോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആളെന്തോ ഒരു കോൺഫിഡൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മളെന്തോ ഒരു കോൺസെൻട്രേഷനാണെന്നറിയോ ആൾക്ക്, ജോലി ചെയ്യണോടത്തുനിന്ന് അറിയാം കണ്ടോ. ആൾക്കാരൊക്കെ വരുന്നുണ്ടോ നോക്കുകയാണെ. അവൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആരും വരുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ആളങ്ങനെ അവിടെ ഓരോന്ന് വലിച്ചിടുന്നുണ്ട്. ഞാനിതാ മീൻ കഴുകുന്നുണ്ട്. അമ്മ ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നുറുക്കണ്ടേ എന്നൊക്കെ വന്നിട്ട് എന്നോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മനി അതെടുക്കാൻ പോയിരിക്കും. ഇനിയിപ്പോൾ അതെടുത്ത് കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കണം. അത് അമ്മ നന്നാക്കി വയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി ഞാൻ വന്നിട്ട് ഇനി അതൊക്കെ ചതച്ച് എല്ലാ ആവശ്യത്തിനുള്ളതൊക്കെ എടുത്തിട്ട് നമുക്ക് കറിക്കുള്ളതൊക്കെ എടുത്ത് ചതച്ചാൽ മതിയല്ലോ. അപ്പോഴത്തേനും കുളിച്ചിട്ട് വരണം. ഇനി ഇത് കുളിച്ചിട്ട് വന്നിട്ട് വേണം കുഞ്ഞാറ്റേനെ കുളിപ്പിക്കണം, പിന്നെ അവൾക്ക് കഴിക്കാൻ കൊടുക്കണം. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് ഇനി അത് തുടങ്ങാൻ, മീൻ കറി വെക്കാൻ തുടങ്ങാൻ കേട്ടോ. അപ്പോൾ കുറേ ആയിട്ടോ ഞാൻ പിന്നെ ആഗ്രഹിക്കുന്നു ഈ ചേമ്പും തണ്ട് അതേപോലെ ഈ കപ്പയും വെക്കണം എന്നിട്ട്. പക്ഷേ ഒന്നാമത് കപ്പുള്ളപ്പോൾ ചേമ്പും തണ്ടായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചേമ്പും തണ്ടുള്ളപ്പോൾ കപ്പ കിട്ടില്ല നമുക്ക്. ചിലപ്പോൾ നമ്മൾ ടൗണിൽ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അതിനായിട്ട് പോയാലൊക്കെ കിട്ടും നമുക്ക്. നമ്മൾ എല്ലാ ഐറ്റങ്ങളും കിട്ടുന്നത് തച്ചമ്പാറയൊക്കെ കിട്ടും. നമ്മളധികം പൊന്നംകോടാണ് പോവാറ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ അവിടെ പോയാൽ അധികം കിട്ടാറില്ല. അപ്പം അങ്ങനെ നമ്മളെന്തായാലും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ. തല നനച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ തല നനച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഈ വൈകുന്നേരത്ത് തല കുളിച്ചിട്ടുണ്ടെങ്കിൽ 8ൻ്റെ നല്ല 16ൻ്റെ പണിയും കിട്ടും കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലനീര് ഇറങ്ങിയിട്ട് ജലദോഷവും തൊണ്ടവേദനയും കൂട്ടത്തിൽ പനി അവരൊക്കെ വന്നാൽ പിന്നെ നമുക്ക് ഇരിക്കത്തൊയിലുണ്ടാകുമോ. അപ്പം അത് പേടിച്ചിട്ട് ഞാൻ തല നനച്ചിട്ടില്ല കേട്ടോ. അപ്പം ഇനി എന്തായാലും ഇനി മേലൊക്കെ കഴുകി വന്നതല്ലേ, ഇനി കുട്ടീനെ കുളിപ്പിക്കണം. കുട്ടീനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ നമുക്കിതൊക്കെ പരിപാടിയൊക്കെ തുടങ്ങണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതിനിടയിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഓർമ്മ, അയ്യോ മോളെ കുളിപ്പിച്ചില്ലല്ലോ എന്ന്. പിന്നെ അത് അവിടെ തന്നെ വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ കുഞ്ഞാറ്റേനെ പോയി കുളിപ്പിച്ച് കൊണ്ടുവന്ന് അവൾക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് എന്നിട്ടാണ് ഞാൻ ഈ പരിപാടിക്കൊക്കെ നിന്നത് കേട്ടോ. അപ്പം അമ്മ എന്തായാലും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം അതൊക്കെ എടുത്ത് ചതച്ച് പിന്നെ വറുക്കാനുള്ള മീനൊക്കെ വേറെ പാത്രത്തിലേക്കൊക്കെ ആക്കിയിട്ടായിരിക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ മസാലകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തിരുമ്പി വെക്കുകയാണ് കേട്ടോ. മസാല പിടിച്ച് കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കറി വെക്കുമ്പോഴത്തേനും എന്താണെന്ന് അറിയാം മസാല പിടിക്കുക. അപ്പോൾ ലാസ്റ്റ് ഒന്ന് മീൻ വറുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഉച്ചത്തെ കറി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പറഞ്ഞാൽ ഒരു റെസ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് ഇപ്പോൾ നമുക്ക് രാവിലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ പണിയൊക്കെ ഒരുങ്ങിയിട്ട് കുറച്ച് നേരം റെസ്റ്റാണ്.
റെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. നമുക്ക് അടുക്കളപ്പണി കുറച്ച് ലാഭമാണെന്ന് മാത്രം. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ മോളെ കുളിപ്പിക്കൽ, കഴിക്കാൻ കൊടുക്കൽ, പിന്നെ നമുക്ക് അല്ലറ ചില്ലറ അലക്കൽ, അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ അടിച്ചു വാരൽ, അടിച്ചു വാരലൊക്കെ ആയിട്ട് എപ്പോഴും ഉണ്ടാകും. പിന്നെ തുണികളൊക്കെ പഴയ അലക്കിയിട്ടതൊക്കെ മടക്കി വെക്കൽ, അതൊക്കെ പണിയൊക്കെ തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ കറി വെച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ വീഡിയോ എടുക്കാനേ പറ്റിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശന്ന് പണ്ടാരം അടങ്ങിയിരിക്കുന്നു കേട്ടോ അപ്പോഴത്തേനൊക്കെ. അങ്ങനെ എന്തായാലും ഭക്ഷണം പെട്ടെന്ന് കഴിച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും മീൻ കറി വെക്കണം. ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് ഇത് കൂട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നാളേക്കുള്ള കറിയായി. ഇപ്പം നാളെ രാവിലെ എന്തായാലും കറി വെക്കേണ്ട പരിപാടിയില്ല കേട്ടോ. പിന്നെ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹായിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പുതിയ ഓപ്ഷനൊക്കെ ഉണ്ട്, ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നമ്മളിന്നൊരു പ്രത്യേക തരം കറിയായിട്ട് വെക്കുന്നത്. ഞാൻ എപ്പോഴും വെക്കാറില്ല കേട്ടോ. ഇന്നിപ്പോൾ വെല്ലുള്ളിയും തക്കാളിയും പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പിന്നീടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളിയും തക്കാളിയും പിന്നെ നമ്മൾ പൊടികളെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ വാട്ടിയെടുത്തിട്ട് എണ്ണയിൽ വാട്ടിയിട്ട് അരച്ച് പേസ്റ്റാക്കിയിട്ട് ലാസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും നുറുക്കിയിട്ടാണ് കേട്ടോ ഒന്ന് വെക്കുന്നത്. ഉലുവയൊക്കെ ഇട്ട് പൊട്ടിച്ച് എന്നിട്ട് അതിലേക്ക് ഈ മസാല ഒടിച്ചിട്ട് തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യിച്ചിട്ടാ കറി അതിലേക്ക് തിളച്ച് വരുമ്പോൾ മീനൊക്കെ ഇട്ട് വാങ്ങും. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ മീനൊക്കെ പൊരിച്ചെടുത്തു. കറി അത് അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. ഉലുവ പൊട്ടിച്ചു, അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും തൂമിച്ച് അതിലേക്ക് മസാലയൊക്കെ ചേർത്ത് മീനൊക്കെ ആയി വന്ന് കറിയൊക്കെ ആയി. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഉച്ചത്തെ കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് ഞാനും അമ്മയും ഒരു പിടി പിടിച്ചു കേട്ടോ. മീൻ പൊരിച്ചത് തന്നെ എടുത്തു കേട്ടോ. പിന്നെ വേറെ കൂട്ടുകാരിയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ടാറ്റ ബൈ.